വർഗീയ ശക്തികളുമായുള്ള CPM ബാന്ധവം അതിനെയാണ് ജനശബ്ദം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. BJP നേതാവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനാണ് അതിഥിയായി തുടരുന്നത്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. SDPI എന്നുള്ള വർഗീയ സംഘടന പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇത് വാങ്ങാനുള്ള മത്സരത്തിലാണ് ഇടതായാലും വലതായാലും CPM ആയാലും കോൺഗ്രസ് ആയി കഴിഞ്ഞാൽ. കാരണം ഞങ്ങൾക്ക് വേണം ഇവരുടെ വോട്ട്, ഞങ്ങൾക്ക് വേണം ഇവരുടെ വോട്ടുകൾ എന്നാണ് ഈ നേതാക്കൾ തന്നെ പറയുന്നത്. കാരണം എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. ഒരു കൂട്ടർക്ക് കസേര ഉറപ്പിക്കാനാണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് കസേര തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു വ്യഗ്രതയാണ്. പക്ഷേ ഇതിനിടയിൽ പെട്ടുപോകുന്നത് പൊതുസമൂഹമാണ്. കാരണം നേരത്തെ ഒരു പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കൂടി അനുസരിക്കേണ്ടി വരും ഈ നേതൃത്വത്തിന്. വർഗീയ ശക്തികളുടെ ദേശീയതയെ പോലും വെല്ലുവിളിക്കുന്ന ആ സംഘടനകളുടെ വോട്ട് വാങ്ങി വിജയിക്കുന്നവർക്ക് അവർ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധൈര്യത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ എങ്ങനെ കഴിയുമെന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ആശങ്ക അത് ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും. ഇപ്പോ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ കാശ്മീരിലെ തീവ്രവാദി നേതാവ് യാസിൻ മാലിക്കിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചായ കൊടുത്ത് സൽക്കരിച്ചതാണല്ലോ. അയാള് 4 എയർഫോഴ്സ് ജീവനക്കാരെ വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോ തീവ്രവാദ പ്രവർത്തനം നടത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടിപ്പോ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റേ കേസിന്റെ വിചാരണ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ 90കളുടെ ആദ്യത്തിൽ നടന്ന സംഭവമാണ്. അത് ചെയ്ത ആളെയാണ് മൻമോഹൻ സിംഗ് തന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചായയൊക്കെ കൊടുത്ത് സൽക്കരിച്ചത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. കോൺഗ്രസ് ഏത് തീവ്രവാദി, ഏത് രാജ്യദ്രോഹി, ഏത് കൂട്ടുകൊടുക്കാൻ അതിന് വോട്ട് കിട്ടിയാൽ. കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ അങ്ങനെയൊന്നല്ല. അവർ പറയും ഞങ്ങൾ ഇതൊക്കെ എതിരാന്ന് പറയും. എന്നിട്ട് ഉള്ളിൽ കൂടി എല്ലാ പണിയെടുക്കും. നോക്കൂ, ഇന്നിപ്പോ ഈ SDPI നേതാവിന്റെ പ്രസ്താവനയിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് അവര് പറഞ്ഞിരിക്കുകയാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു, എന്നിട്ട് സമുദായ താല്പര്യം വെച്ച് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ എന്തൊക്കെ വലിയ വാക്കുകളാണ് ഉപയോഗിക്കുക. മുസ്ലിം ലീഗ് മതേതര ശക്തിയാണ്, താനെയാണ് തേങ്ങയാന്നൊക്കെ പറയാ. പക്ഷെ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവ് വിളിച്ചിരിക്കുന്നു SDPI വിളിച്ചിട്ട് പിൻവലിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മുസ്ലിം ലീഗും SDPI സമരസപ്പെട്ട് കഴിഞ്ഞു. അവരൊക്കെ ഒന്നാണ്. അപ്പൊ ഇവരുടെയൊക്കെ ചിന്താഗതിയും ഇവരുടെയൊക്കെ ലക്ഷ്യവും ഒന്നാണ്. അത് ആണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം തെരഞ്ഞെടുപ്പ് വിജയമാണ്. ഇനി ഞാൻ ഒരു പ്രവചനം കൂടി നടത്താം. അഥവാ ഇപ്പൊ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നത് പോലെ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ വരാൻ പോവുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ രാത്രിക്ക് രാത്രി ലീഗ് ചാടും. രാത്രിക്ക് രാത്രി ലീഗ് ഇടതുമുന്നണിയിലേക്ക് ചാടും. 2 കൈയും നീട്ടി ഇടതുമുന്നണി സ്വീകരിക്കും. 2 കൈയും നീട്ടി ഇടതുമുന്നണി സ്വീകരിച്ച് ഇവിടെ ഭരണം വരും. ഇവിടെ ലീഗ് ഇടതുമുന്നണി ഭരണം വരും. അപ്പോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അതിന്റെയൊക്കെ സൂചനകളാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാരും മതേതരവാദികളല്ല. മതേതര എന്ന വാക്ക് പോലും ഇവർക്ക് ഉപയോഗിക്കാനുള്ള അർഹതയില്ല. ഇവര് അവസരവാദികളാണ്. അത്യന്തം എന്താ പറയാ, നിലവാരമില്ലാത്ത അവസരവാദികളാണ്. രാജ്യദ്രോഹികൾ, രാജ്യവിരുദ്ധ ശക്തികളായിട്ട് വരെ സഖ്യം ഉണ്ടാക്കാൻ തയ്യാറായ ആളുകളാണ് ഇവര്. VP ശ്രീപത്മനാഭൻ അത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ BJP ഇന്ത്യക്ക് ഇത്രത്തോളം അവർക്ക് ഭയം. കാരണം ദേശീയതയെ വെല്ലുവിളിക്കുന്ന ആ രാഷ്ട്രീയ കക്ഷികളുടെ ഏത് നിലപാടുകളും നഖശിഖാന്തം എതിർക്കുകയാണല്ലോ NDA ചെയ്യുന്നത്. BJP മുൻനിരയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഏത് തരത്തിലും ഒറ്റപ്പെടുത്തുക, ആ ഞങ്ങളുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ പ്രതിബദ്ധമായിട്ടുള്ള BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക, ആ ഒരു നിലപാട് തന്നെയാണ് SDPI യിലും ജമാഅത്ത് ഇസ്ലാമിയായാലും എല്ലാ കാലത്തും സ്വീകരിച്ചത്. അത് തന്നെയാണ് മഞ്ചേശ്വരത്തടക്കം നമ്മൾ കൂടുതൽ പ്രകടമായി കാണുന്നത്. കെ സുരേന്ദ്രന്റെ വിജയത്തെ മാറ്റിയെടുക്കുക എന്നത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ടാണ് CPM-ഉം SDPI-യും കോൺഗ്രസും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എത്രത്തോളമാണ് അവിടെ പ്രകടമാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചിത്രമടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു തെരഞ്ഞെടുപ്പിലും ആ ചിത്രം മാറി വന്നിട്ടില്ല. SDPI ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പിന്നീട് LDF-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. അതുതന്നെയാണ് പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഞ്ചേശ്വരത്ത് അത് കൂടുതൽ മഞ്ചേശ്വരത്തായാലും നേമത്തായാലും അത് കൂടുതൽ പ്രകടമാകുന്നു എന്ന് മാത്രമല്ലേ? തീർച്ചയായിട്ടും. ഇവര് ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്?
മഞ്ചേശ്വരത്ത് SDPIക്ക് ഒരു 3,000 വോട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് സത്യത്തിൽ SDPIക്കാർക്ക് മത്സരിക്കണം, അവരെ ശക്തി തെളിയിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ നേതാക്കന്മാർ അതിന് അനുവദിച്ചിട്ടില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പോട് കൂടി SDPI മഞ്ചേശ്വരത്ത് ഇല്ലാതാവും. കാരണം ലീഗിന്റെ വിടുവേല ചെയ്യാൻ അങ്ങനെ ഒരു പാർട്ടി ഇല്ലല്ലോ, ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി SDPI മഞ്ചേശ്വരത്ത് ഇല്ലാണ്ടാവും. മാത്രമല്ല കേരളത്തിൽ പല സ്ഥലത്തും ആ പാർട്ടി ഇല്ലാണ്ടാവും. കാരണം അത് ഒരു തട്ടിപ്പ് സംഘടനയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സ്വന്തമായ വ്യക്തിത്വം വേണ്ട, ഒരു നിലപാട് വേണ്ടേ. നിലപാടൊന്നും ഇല്ലാത്ത ഒരു സംഘടനയാണ് എന്ന് ബോധ്യമായി. അതിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കുറെ പേരൊക്കെ ലീഗിലേക്ക് പോകും, കുറെ പേരൊക്കെ CPM-ലേക്ക് പോകും. കാരണം അവിടെ പോയാലാണല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടുക. കോൺഗ്രസ് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അവിടെ ഉള്ളവർക്ക് തന്നെ ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ആ പാർട്ടി എന്തായാലും ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇല്ലാണ്ടാവും. അപ്പൊ മഞ്ചേശ്വരത്ത് പക്ഷെ BJPക്കാർക്ക് അറിയാം ഇതൊക്കെ നാടകമാണ്. ഈ സ്ഥാനാർത്ഥിയെ നിർത്തലും പിൻവലിക്കലും ഒക്കെ ഒന്നാം തരം നാടകമാണ്. അതിന്റെ പിന്നിലൊക്കെ പല 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 താല്പര്യങ്ങളുണ്ട്. അതൊക്കെ പല സാമ്പത്തിക താല്പര്യങ്ങൾ വരെ ഉണ്ട്. അപ്പൊ അതൊക്കെ മഞ്ചേശ്വരത്തിന്റെ നാട്ടുകാർക്ക് അറിയാം. അവരതിനൊക്കെ തമാശയായിട്ടേ കാണുന്നുള്ളൂ. അപ്പോ BJP SDPI മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചുമില്ല. SDPI നോമിനേഷൻ കൊടുക്കുമ്പോഴും അവർ പിൻവലിക്കുമെന്ന് തന്നെയായിരുന്നു വിശ്വാസം. ആ വിശ്വാസം ശരിയായി. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ 700 ചില്ലാനം വോട്ടിനും 2016 89 വോട്ടിനുമാണ് ശ്രീ സുരേന്ദ്രൻ തോറ്റത്. ഇത്തവണ സുരേന്ദ്രൻ നിയമസഭയിൽ എത്തുന്ന എല്ലാ ലക്ഷണവും ഇവിടെയുണ്ട്, എല്ലാ സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ പിന്തുണ, ഈ പിൻവലിക്കലൊന്നും BJPയെ സുരേന്ദ്രനെയും ബാധിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യെസ്, ജയദേവൻ എന്നുള്ള പ്രേക്ഷകൻ നൂറിനാട് നിന്നും ശരിയാണ്. ജയദേവൻ പറഞ്ഞോളൂ. സാറേ, ഈ മതനിരപേക്ഷത മതേതരത്വം എന്ന് പറയുന്നത് ഇവർ രണ്ടു കൂട്ടരും ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ പീരയിടുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഇതിലുള്ള പൊള്ളത്തരം ഇവിടുത്തെ സാധാരണക്കാരായ നിഷ്പക്ഷരായ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ എല്ലാം ഒന്നും രാജ്യസ്നേഹികളല്ലാത്ത മുസ്ലിങ്ങളുണ്ട്, രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളുണ്ട്. രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കിത് മനസ്സിലാകും. ഇവരുടെ ഇരട്ടത്താപ്പ് ഇത് രാജ്യത്തെ രക്ഷിക്കാനല്ല, ഇവർ രണ്ടു കൂട്ടരും ഇവരുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള പരിപാടിയാണ് സാറേ. അതുകൊണ്ട് ഇത് ശരിക്കും ഇവിടുത്തെ നിഷ്പക്ഷരായ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. ഇത് BJPക്കുള്ള മുന്നേറ്റത്തിനുള്ള ഒരു വഴിയൊരുക്കും. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, ഇവരുടെ ഇരട്ടത്താപ്പ്. അത് തന്നെയാണ്. നന്ദി ശ്രീ ജയദേവൻ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇവിടെ ഡോക്ടർ ആസാദ് ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്. ഈ SDPI എന്ന് ഉച്ചത്തിൽ നാവനക്കരുത് എന്നേ ഉള്ളൂ, അവരുടെ വോട്ട് വാങ്ങാം. അതായത് ഇടതുപക്ഷത്തിൻ്റെ സമീപകാല സമീപനങ്ങളോടുള്ള ഒരു എതിർപ്പ് എന്ന രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇടതുപക്ഷ തത്വചിന്തകരായി കഴിഞ്ഞാലും ഇടതുപക്ഷ സഹയാത്രികരായി കഴിഞ്ഞാലും ഇടതുപക്ഷ നേതാക്കളായി കഴിഞ്ഞാലും അവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഇവർ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ ഒരു കാര്യം പറയും, പക്ഷേ വോട്ടുറപ്പിക്കുന്ന സമീപനത്തിലേക്ക് അവസാനം എത്തുകയും ചെയ്യും. ആ രീതിയിൽ വേണം ഡോക്ടർ ആസാദിൻ്റെ വാക്കുകളെ കൂടി ഈ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാൻ, അല്ലേ? വാക്കുകളെ പോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഉണ്ടായ ഇവിടുത്തെ ബഹളം. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഗുരുവായൂര് ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരു ഹിന്ദു നാമധാരിക്ക് MLA ആവാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെതായ കുഴപ്പം ഇവിടെയുണ്ട്. ഗുരുവായൂരിനെ എതിർക്കുന്ന ആൾക്കാരും അമ്പലം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞവരൊക്കെയാണ് ഗുരുവായൂർ ജയിച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇത്തവണ ഒരു ഹിന്ദു MLA ഉണ്ടാവണം എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വലിയ ബഹളവും കേസും പ്രശ്നവും ഒക്കെ ആണല്ലോ. സത്യത്തില് നമ്മുടെ ഒരു നിയമത്തിനും എതിരല്ല പ്രസ്താവന. കാരണം മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കെതിരായിട്ടോ വർഗീയമായി വോട്ട് പിടിക്കാനൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഒരു ഹിന്ദു MLA വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതും നോമിനേഷൻ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിന്റെ പേരിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. ആ ആളുകള് ആണ് ഇപ്പോ രാത്രി തലയിൽ മുണ്ടിട്ട് SDPIക്കാരെ വീട്ടിൽ പോയി പിന്തുണ വാങ്ങാനും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനും ഒക്കെ മെനക്കെടുന്നത്. അപ്പോ ഇത് കാപട്യമാണ്, തട്ടിപ്പാണ്, ഒന്നാം തരം വർഗീയ പ്രീണനമാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ കുത്തുപാള എടുത്തു പോയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1986 ഷബാനു കേസ് വിധിക്കെതിരെ നിയമം കൊണ്ടുവന്നത് മുതലാണ് അതിന്റെ തകർച്ച തുടങ്ങിയത്. ആ തകർച്ച ഇന്ന് ഏതാണ്ട് സമ്പൂർണമായിരിക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ കേരളം, കർണാടകം,
തെലങ്കാന, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലെ ഭരണ പ്രതീക്ഷയുള്ളൂ. അതിൽ കേരളത്തിൽ ഇത്തവണ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ UDF എന്ന സംവിധാനം തന്നെ ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വലിയ കുഴപ്പത്തിലേക്കാണ് അവർ പോകുന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയവാദികൾക്കും ഗുണം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവരെ ഭാഗത്തുണ്ടാവുന്നത്. യെസ്, ഇപ്പോൾ കോട്ടയത്ത് നിന്നും സന്തോഷ് എന്നുള്ള പ്രേക്ഷകൻ ശരിയാണ്. സന്തോഷ് പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഈ നമ്മുടെ അഭിമന്യു മരിച്ചപ്പോ ഇവര് വിളിച്ചിരുന്നു ഉത്തരവായിക്കോട്ടെ, സാറൊക്കെ ഓർമ്മ ഉണ്ടായത്. അതെ, കണ്ണേ കരളെ അഭിമന്യു ഇല്ല മരിച്ചില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നാ ഇവരെന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞത് ആ കൂടെ ഞാനും ഏറ്റു പറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാം, വളരെ സങ്കടമുണ്ട് സാറേ. ആ പാർട്ടി അവൻ മരിക്കുന്ന സമയത്ത് അവൻ വിളിച്ചൊരു ഇട്ടുകൊണ്ട് അവന്റെ കടാര നെഞ്ചിലായിട്ട് ഇറക്കുമ്പോൾ അവൻ വിളിച്ചൊരു വാക്കുണ്ട്, അമ്മയെന്നല്ല അവൻ വിളിച്ചത്, ചിന്താവാന്ന് അവൻ വിളിച്ചത്. SFI കൂടെയും CPM-ന്റെ ആയിട്ട് 8-10 പേരെ ഹിന്ദുക്കളെ തന്നെ തെരഞ്ഞു പിടിച്ചവന്മാർ കൊന്നിട്ടുണ്ട് SDPക്കാര്. അന്ന് മുഖ്യമന്ത്രി നടത്തിയ ഒരു പത്ര സമ്മേളനവും അതുപോലെ സഭയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടി SDP കൂടെ വളർന്നാൽ ഇത് തീവ്രവാദികളാണ്, ഇത് വളർന്നിട്ടുണ്ട്, അരാജകത്വം ഉണ്ടാകും, കേരളത്തിലും ഇന്ത്യയിലും നമുക്ക് ഇവരെ വളർത്തരുത്, ഇത് ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പം കടകം മറിഞ്ഞ് നാണമില്ല. ഇവർ ഈ മനസ്സിലായി BJP അധികാരത്തിൽ വന്നാല് ജയിലിൽ നടത്തുമെന്നുള്ള മനസ്സിലായി. അതിനായി ജയിലിലുള്ളവർക്കെല്ലാം ശമ്പളം കൂട്ടി ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് 10 കൊല്ലം 5 കൊല്ലം ഞങ്ങൾ കിടന്നിട്ടിറങ്ങിയാലും എന്തെങ്കിലും ഒരു മുതൽക്കൂട്ട് വേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ ആ ചെറുക്കിന്റെ ആ അച്ഛനെയും അമ്മയൊക്കെ രംഗത്ത് കൊണ്ടുവന്ന സാറേ, രംഗത്ത് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പ്രതികരിപ്പിക്കണം. ഈ മാറിയ പാർട്ടിയിലെ ഈ രണ്ടാവന്മാരുടെയും സ്വഭാവം എല്ലാവരും മനസ്സിലാക്കട്ടെ. ഇത് അപ്പോൾ അവരെ രംഗത്ത് കൊണ്ടുവന്നിട്ട് അവരോട് ചോദിക്കണം. ആ ചെറുക്കന്റെ പേരിലും സൃഷ്ടിച്ച് 3 കൊമ്പ് പോലും കൊടുത്തിട്ടില്ല, അവരെയോ അതുപോലെ മുഖ്യന്മാരായി ഈ പാർട്ടിക്കാര്. യെസ്, അത് തന്നെയാണ്. നന്ദി സന്തോഷ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ആ ഒരു വിഷയം കൂടി നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ SDയെ പ്രീണിപ്പിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയടക്കം സ്വീകരിച്ചപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന ഒരു പേരാണ് അഭിമന്യു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വെട്ടേറ്റ് പിടഞ്ഞു വീണ അഭിമന്യുവിനെ പോലുള്ള സഖാക്കളെ പോലും മറക്കുന്ന ഒരു സമീപനത്തിലേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷം എത്തിയല്ലേ? അതുകൂടി ഇടതുപക്ഷത്തിൻ്റെ അനുയായികൾ തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്കും അവർ സ്വയം വന്നു കഴിഞ്ഞു അല്ലേ? അല്ല, അഭിമന്യുവിന്റെ ഘാതകരുടെ വോട്ടും വേണം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്ന യാഥാർത്ഥ്യം CPM-ലെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താ, അഭിമന്യു മരിച്ചുപോയതിന് വോട്ടില്ലല്ലോ. മരിച്ചുപോയ ആള് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തില്ല. കണ്ണൂരൊക്കെ പണ്ടൊക്കെ മരിച്ചുപോയ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇടുക്കിയിലൊന്നും അത് പണ്ടും സംഭവിക്കില്ല, ഇപ്പോഴും സംഭവിക്കില്ല. അതുകൊണ്ട് മരിച്ചുപോയ ആൾക്കാരത് വോട്ട് ചെയ്യില്ലല്ലോ. എന്നാൽ അഭിമന്യുവിന്റെ ഘാതകർക്ക് ജീവനുണ്ട്, വോട്ടുണ്ട്. അപ്പൊ അവരുടെ വോട്ട് കിട്ടിയാൽ MLA ആവാം, 4 ഉണ്ടാക്കാനുള്ള അവസരം വീണ്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് അവര് അഭിമന്യു ഒന്നും അവർക്ക് വിഷയമല്ല. ഏതായാലും ഇടുക്കിയിൽ മാറ്റമുണ്ട്. S രാജേന്ദ്രൻ താമരചിഹ്നത്തിന് മത്സരിക്കുകയാണ്. അപ്പോ ഇടുക്കിയിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഇടുക്കിയിലെ സാധാരണക്കാർ, ഇടുക്കിയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ആ സമുദായത്തിൽ നിന്നാണല്ലോ ഈ കുട്ടി വന്നിരുന്നത്. അപ്പൊ ആ അഭിമന്യുവിന്റെ സമുദായത്തിൽപ്പെട്ടവർ ഇടുക്കിയിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കട്ടെ, അഭിമന്യുവിന്റെ ഘാതകരുടെ വോട്ട് തേടി പോയിരിക്കുകയാണ്. അതിന് ഇടുക്കിയിലെ ജനത മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ മനസ്സിലാക്കട്ടെ. അങ്ങനെ അവർ ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കട്ടെ, വോട്ട് രേഖപ്പെടുത്തട്ടെ. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത BJP നേതാവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഒപ്പം പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനശബ്ദം ഇവിടെ പൂർണ്ണമാവുകയാണ്.